ഇത് ഞങ്ങളുടെ വക. കുടിച്ചോ? എന്തിനാ? ചുമ്മാ. ആണോ? എന്റെ തിരക്കഥ വായിച്ചാണോ അല്ലേ? ഈ ആരാധകരുടെ ഒരു ശല്യം. ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഒലക്കേടടിയിലാണോ കാല് വെക്കുന്നത്? നോക്കിയാണ് സാർ, കഴിക്കാൻ എന്താ വേണ്ടേ? ഒരു പൊക്കൻ ഫ്രൈയും 3 ചൊറോട്ടയും. അല്ല, ഒരു ചിക്കൻ ഫ്രൈയും 3 പൊറോട്ടയും. ഇങ്ങൊന്ന്. പിന്നെ ഒരാൾക്ക് മാഡത്തിന് എന്താ വേണ്ടേ? ഓ, ഇത് തന്നെ മതി അല്ലേ? അതെ. ഞാൻ ഇതെന്റെയാ. കൈ കഴുകിക്കോട്ടെ. എന്തിനാ എന്റെ അടുത്ത് ചോദിക്കണോ? സാർ, ബില്ല് റെഡി. അതെ. വന്നേ, പുള്ളിക്കാരൻ വന്നോളൂ. ചേച്ചി വാങ്ങിച്ചു. അതെ. സൂക്ഷിച്ചോ, നല്ല ബില്ല് വരും. ഇതെന്താ ഡിസ്കോ ഡാൻസാ? ആഞ്ഞു പിടിക്കണോ? പിന്നെ എങ്ങനെ പഞ്ചറാവാതിരിക്കും? എന്താ പറഞ്ഞേ? അല്ല, കാറ്റ് പഞ്ചറായെന്ന് പറഞ്ഞതാണ്. ഓഹോ, ഇവിടെ വന്നിരിക്കുകയാണല്ലേ. ഞങ്ങള് സ്വർഗത്തിലെ കട്ടറും ആവുന്നില്ലേ? വടി, നമുക്ക് പോവാം. താങ്ക്സ്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നോടൊന്ന് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറുന്നത് എന്താന്ന് ആലോചിച്ചിരിക്കായിരുന്നു ഞാൻ. അല്ല, വേറൊന്നുമല്ല. ഈ ചിക്കൻ ഫ്രൈക്കൊക്കെ ഇപ്പൊ എന്താ വില? കഴിഞ്ഞ ആഴ്ച ചിക്കന്റെ വില 26 ഇപ്പം 32. ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി കഴിക്കാൻ പോകുമ്പോ ആരെങ്കിലും ഒരാളെ പൈസ കൊടുക്കാം, എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഷെയർ ചെയ്യും. അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. അവരവര് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാശ് അവരവര് തന്നെ കൊടുക്കണം. മൊത്തം 150 രൂപ 50 പൈസ. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 75 രൂപ 25 പൈസ. എന്റെ കയ്യില് കാശ് കമ്മിയാണ്. അത് കിട്ടിയ കൊള്ളായിരുന്നു. അയ്യോ, എന്റെ കയ്യില് പൈസയൊന്നുമില്ല. 10 പൈസ എടുക്കാതാണ് ഒരു യാത്രയ്ക്ക് പുറപ്പെടണേ. എന്റെ ദൈവമേ, ഇതുപോലത്തെ ഒരു ഓസിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണണേ. എന്താ ചന്തു, ഒരു സൗന്ദര്യ പിണക്കം? ഒരു പിണക്കമില്ല. ഐ ലവ് യു മതിയോ? ചന്തു തിരക്കഥാകൃത്തല്ലേ? അതെ. അധികം സംസാരിക്കാത്ത ടൈപ്പാന്ന് തോന്നുന്നു. ഞങ്ങൾ ഈ ബുദ്ധിജീവികൾ അധികം സംസാരിക്കാറില്ല. അതെ, തമാശയല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. സംസാരിക്കണമെന്നല്ല, കഥ പറയാലോ. തിരക്കഥാകൃത്തല്ലേ? ഞങ്ങൾ ഈ സിനിമാ പ്രവർത്തകരെ കണ്ണി കണ്ടവരോട് കഥ പറയാറില്ല. അത് ശരി. ഓക്കെ, സോറി. അതെ, ഈ വസുമതി ഇത്ര കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ എന്താ കാര്യം? താൻ ഇതൊക്കെ എടുത്ത് വായിച്ചല്ലേ? എന്റെ കഥ മോഷിച്ചാണ്ടല്ലോ. ഞാൻ കംപ്ലൈന്റ് കൊടുക്കും മാക്ടേല്. മെമ്പർഷിപ്പ് ഉണ്ടോ? മാക്ടേല് മെമ്പർഷിപ്പ് ഒന്നുമില്ല, പക്ഷെ ഞാൻ എടുക്കും. ഞാൻ ഹെൽപ്പ് ചെയ്താലോ? എങ്ങനെ? എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. ഞാനേ സിനിമയിലെ ഡാൻസ് മാസ്റ്റർ വിക്രമിന്റെ അസിസ്റ്റന്റാ. സത്യം? ഇതാ, കിഴക്കേപ്പാടം എന്ന അതിമനോഹരമായ ഒരു ഗ്രാമം. കഥ തുടങ്ങിയതാ. ഞാൻ മുഴുവനും പറയാം. എനിക്ക് കുറച്ച് സംവിധായകരെ പരിചയപ്പെടുത്തി തരണം. കഥ കേക്കട്ടെ. ഇതൊരു കെട്ടുകഥയല്ല, എന്റെ സ്വന്തം കഥയാ. എന്റെ ജീവിതത്തിൽ സംഭവിച്ച കഥ. സീൻ 1, പകൽ. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. വസുമതി, അത് മതി. ഈ വസുമതിയെ താൻ അറിയില്ല? അയ്യോ, കളഞ്ഞു. നല്ല ആളോടാ ഞാൻ ഈ കഥ പറഞ്ഞത്. ഇത്രയും കേട്ടിട്ട് തനിക്കൊന്നും മനസ്സിലായില്ലേ?
എടോ പുൽക്കാൻ അങ്ങനെ ഒരാളില്ല. കഷ്ടം. വസുമതി എന്നുള്ളത് ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ്. കണ്ണു നിറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? ഏറ്റു. തോട്ടക്കാട്ടുകര എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക ഗ്രാമമാണല്ലോ. അങ്ങനെ ഒരു നാടോ പെണ്ണോ ഈ ഭൂമിയിലില്ല. എന്നാ അങ്ങനെ ഒരു നാടും പെണ്ണും ഉണ്ട്. ആ പെൺകുട്ടി അവനോടൊപ്പം ജീവിക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് കൊള്ളാം. അത് നല്ലൊരു ടിസ്റ്റാ. കൊള്ളാം സാർ. അങ്ങനെ ഒരു പെണ്ണ് വരുന്നു, അവന്റെ ജീവിതം കുളം തോണ്ടുന്നു. വണ്ടർഫുൾ ഐഡിയ സാർ, വണ്ടർഫുൾ. ഈ ഐഡിയ എനിക്ക് എന്തുകൊണ്ട് തോന്നിയില്ല? അയ്യോ, കഥയിലെ കാര്യമല്ല, ജീവിതത്തിലാണെങ്കിൽ. കഥ പറയുമ്പോഴേ ജീവിതം ഇട്ട് വരണത്. അയ്യേ, കൺഫ്യൂഷൻ. സ്വന്തം അനുഭവ കഥയാണെന്നല്ലേ പറഞ്ഞത്? അതെ. ചന്തു അയച്ച ആ കത്തുകൾ കിട്ടിയിട്ട് ഒരു പെൺകുട്ടി വന്ന ചന്തു എന്ത് ചെയ്യും? ഹേയ്, ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല സാർ. അതൊക്കെ കഥയിലല്ലേ. അങ്ങനത്തെ അലവലാതി പെണ്ണുങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടാവോ? ഉണ്ടാവോ? അല്ല കുട്ടി, ചോദിച്ചതിന് ഉത്തരം പറ. ഉണ്ടാവോ? ഉണ്ടാവില്ല. യു ഗോട്ട് ഇറ്റ്. എന്റെ നാട്ടിലൊരു കണ്ണമ്മയുണ്ട്. 50 രൂപ കൊടുത്ത് അവൾ ആരെയും കൂടെ പോകും. അവള് പോലും 4 കത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരുത്തന്നെ കൂടെ പോവില്ല. അല്ല, ആ കുട്ടി ഇപ്പൊ നമ്മോടൊപ്പം ഉണ്ടെന്ന് കരുതുക. മോൻ എന്തായിരിക്കും ചെയ്യുക? അപ്പൊ ഒറ്റ ഡയലോഗാ. വെറും 5-6 കത്തുകൾ ഞാൻ അയച്ചപ്പോ ഒരു പരിചയവുമില്ലാതെ എന്റെ കൂടെ ഇറങ്ങി വന്ന നീ നാളെ മറ്റാരെങ്കിലും 4 മണി ഓർഡർ അയച്ചാൽ അവന്റെ കൂടെ ഇറങ്ങി പോലെന്ന് എന്തെത്ര ഉറപ്പ്? അതോടുകൂടി അവളുടെ മോഹൻ ഇത്രയും പോകും. സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് വന്നൊരു കുട്ടി അങ്ങനെ പറഞ്ഞാൽ അങ്ങ് തിരിച്ചു പോന്ന് താൻ വിചാരിക്കുന്നുണ്ടോ? താൻ അവളെ സ്വീകരിക്കണം, അതാ എന്റെ ശരി. ഒരിക്കലുമില്ല. അങ്ങനത്തെ ഒരു അലവലാതി പെണ്ണിനെ സ്വീകരിക്കേണ്ടി വന്നാൽ ആ നിമിഷം തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും. പക്ഷെ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പെണ്ണ് വരില്ലല്ലോ. എന്നാൽ കഥയിൽ അങ്ങനെ ഒരു പെണ്ണ് വരുന്നു, നായകൻ ആത്മഹത്യ ചെയ്യുന്നു. അതാണ് എന്റെ കഥയിലെ ക്ലൈമാക്സ്. ഇങ്ങനെ നല്ലൊരു ഐഡിയ തന്നതിന് മദ്രാസ് എത്തുന്നതിന് മുമ്പ് ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ തരും, പേടിക്കണ്ട. പിന്നെ എല്ലാവരോടും കഥ പുറത്ത് പറയരുത്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഓക്കേ? ഇവന് ഭ്രാന്താണെന്നാണ് തോന്നുന്നത്. ഞാൻ മനസ്സിലാവുന്നവരാണ്. ഇത് വലിയ ശല്യമായില്ല പണ്ടാരുടെ കാര്യമായിട്ട്. ശ്രീനി, ആ ഗിയർ ലിവർ എടുത്തോളൂ. ഇയാളെ തലക്കെട്ടൊന്നും കൊടുക്കട്ടെ, പിടിക്കോലക്ക. മനസ്സിന് വിഷമം വന്നാ ഞാൻ തുമ്മും. മോളെ, മോളിനി എന്താ ചെയ്യാൻ പോണേ? തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോണം. അതാ മോളെ നല്ലത്. അങ്ങനെ തിരിച്ചു പോകാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഞാൻ. ഒരു പരിചയമില്ലാത്ത ആളുടെ കൂടെ ആരെങ്കിലും ഇങ്ങനെ ഇറങ്ങി പുറപ്പെടൂ? എന്തായാലും മോള് കാണിച്ചത് മഹാബുദ്ധിമോശമായി പോയി. ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു കുട്ടിയെ ചീത്ത പെണ്ണായിട്ടേ എല്ലാവരും കാണൂ. അമ്മായി പറയുന്നതിലും കാര്യമുണ്ട്. അതെ, അയാളെ സാവകാശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ ഇപ്പം വേറെ മാർഗമൊന്നുമില്ല. കാര്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് ചാവുമെന്നല്ലേ അയാൾ പറഞ്ഞത്? അതെ, തൽക്കാലം ചന്തുവിനെ ഒന്നും അറിയിക്കാണ്ടിരിക്കുന്ന നല്ലത്. ഇയാളുടെ ഈ ഒരു ഒലക്ക വീണതിന് എന്നെ പറയണത് എന്തിനാണ്? ഒലക്കറിയില്ലല്ലേ നിങ്ങൾ കന്യാസിയാണെന്ന്. ബൈ ചേച്ചി. ഹലോ. അതെ, അയാളോടെല്ലാം തുറന്നു പറയുന്നതല്ലേ നല്ലത്. വേണ്ട, അയാളൊന്നും അറിയണ്ട. എന്നെ ഒരിക്കലും അയാൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതെ, മദ്രാസ് എത്തിയാ? അയ്യോ, എന്റെ തിരക്കഥയിൽ കയ്യിലുണ്ടാ. ദേ, അയാള് പോവാണ്. പോയിക്കോട്ടെ. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുള്ള ആളാ. അക്കൂട്ടത്തില് എന്തിനാ വേറൊരു ഭാരം? അല്ല, നൈറ്റ് തൂങ്ങില്ലേ? എന്നാ ഞാൻ പോട്ടെ. അപ്പൊ കാണാ ചന്തു. എന്താ? വാ, പോണ്ടേ? എങ്ങോട്ട്? വീട്ടിലേക്ക്. അയ്യോ, ഞാനില്ല, എനിക്ക് എന്റെ വീട്ടിൽ പോണ്ടേ. ഞാൻ അങ്ങോട്ട് തന്നെ. എന്തിന്?
പിന്നെ ഞാൻ അങ്ങോട്ട് പോരാ. വാ പോവാം. അയ്യോ അത് ശരിയാവില്ല. എനിക്ക് മദ്രാസിൽ പരിചയക്കാരൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നെ ചതിക്കരുത്. അയ്യോ അതല്ല ചന്തു. ഏതല്ല? ഞാൻ ഒന്നും കേൾക്കണ്ട. പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഇല്ല. എനിക്കുണ്ട് ഒരുപാട് പ്രോബ്ലംസ്. നമ്മൾ തുല്യ അല്ല, അതല്ല ഈ problem. വേണം ഞാൻ കാല് പിടിക്കാം. എന്ത് വൃത്തിയാണ് ഈ കാണിക്കുന്നത്? തള്ളല്ലേ? ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ ഇത് വലിയ പറ്റുള്ളൂ. ശല്യമായല്ലോ. ചന്തു, please. Bye, മച്ചാ. ഹായ് മച്ചാ. ഹൈ 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 ഹൈ. എന്റെ ഫ്രണ്ടാ. ഹലോ ഫ്രണ്ട്. ഹായ് ഫ്രണ്ട്. വാ പോവാം. എടാ ചന്തു, അതല്ലടാ വേറെ പ്രശ്നമുണ്ട്. നീ ഇങ്ങോട്ട് വരാ. ഉയിര് വാങ്ങരടാ വേ. പൈത്യക്കാരനാ അല്ല ഇന്ത്യക്കാരൻ. റോമിയോ നീ ഉള്ളേറ്, ഞാൻ ഇപ്പൊ വരാം. ഇരിക്കോ ഉള്ളിരിക്കോ. വായ്മുറ ശരിയാണ് പൈത്യക്കാരൻ. എന്റെയാ. ഏതായാലും ചന്തു എന്നോട് പൊട്ടിക്കഴിഞ്ഞു. ഇനി അത് പറിച്ചു മാറ്റിയാലും പോകും തോന്നില്ല. താനും വേണം ഒട്ടിക്കോളൂ. അല്ല, കുറച്ചു ദിവസം താമസിക്കാനുള്ള സൗകര്യം ഞാൻ ഏർപ്പാട് ചെയ്തു തരാം. അയാളെ സാവകാശം കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കാം. ഇനിയിപ്പോ അതേ ഉള്ളൂ ഒരു മാർഗം. എന്നടാ സീറ്റിങ്ങിന് ഇളകി പോയിട്ട് സോറി മച്ചാ. മച്ചാ നിന്റെ അപ്പ. കേറിക്കോളൂ. ഒരു പൊണ്ണ് ഒരു ബഫൂണ്. അല്ല ഈ കുട്ടി ആരാ? അതെ, ഈ കുട്ടി ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ വിശ്വസിച്ച് നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് വന്നതാ. എന്നിട്ട് അവനോടെ? അവൻ ഈ കുട്ടിയെ ചതിച്ചു. തെണ്ടി. അവനൊക്കെ തല്ലിക്കൊല്ലണം. അത് ശരിയാ, തല്ലിക്കൊല്ലേണ്ട കേസാ. നീ കേരള. സുമ ഒരുപാട് സ്നേഹിക്കുന്ന ആളെ എത്രയും പെട്ടെന്ന് കൺമുമ്പിൽ എത്തിച്ച് തരണോന്നല്ലേ പ്രാർത്ഥിച്ചത്? എങ്കി ആ പ്രാർത്ഥന കേട്ടു. ആളെത്തിയിട്ടുണ്ട്. വിശ്വാസം വരുന്നില്ല അല്ലേ? ഇങ്ങോട്ട് വാ. വാ. ദാ. സുമ വിചാരിക്കണ പോലെ ഇങ്ങനെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞതല്ലടാ. ബസ് സ്റ്റാൻഡിൽ സമയത്തിന് എത്താൻ കഴിയാതിരുന്നതാ അല്ലേ? പാവം സുമയെ കാണാത്ത ദുഃഖത്തിന് ബാറിലിരുന്ന് വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോഴാ ഞങ്ങൾ തമ്മിൽ കണ്ടതും പരിചയപ്പെട്ടതും. ആ വിഷമം കണ്ടപ്പം സുമ ഇവിടെ വന്ന അന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇവൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സാർ എന്താ ചെയ്തതെന്ന് നിനക്കറിയോ? ആ ബാറിലെ ബില്ല് മുഴുവൻ കൊടുത്തടാ സാറ്. പഞ്ചപാവം. സുമേ, നിന്നെ തിരക്കി ഞാൻ എവിടെ കരഞ്ഞെന്നറിയോ? ഇവര് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് നീ ഇവിടെ ഉണ്ടെന്നും പിന്നെ നിന്നെ വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞൊരു ചതിയനായിട്ടാ നീ എന്നെ കുറിച്ച് ഇവരോടൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നും. നമുക്കുടനെ പുറപ്പെടണം. നാട്ടിലെല്ലാരും നമ്മളെ കാത്തിരിക്കുക. അവളുടെ പിണക്കുതിരെ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധുക്കള് ഇവളെയും കാത്തിരിക്കുക അവിടെ. നിങ്ങളൊന്ന് അവളോട് സംസാരിക്കണം. എങ്ങനെയെങ്കിലും സുമ എന്നോടൊപ്പം അയക്കണം. പ്ലീസ് പ്ലീസ്. പിണക്കമൊക്കെ മറന്ന് നീ അയാളോടൊപ്പം പോണം. അല്ല അയാള് ഞാൻ പോയേ ശരിയാവില്ല. പോണം. നീ പോകേണ്ടത് ഇപ്പൊ എന്റെ കൂടി ആവശ്യം. നീ അടുത്തുള്ളപ്പോ എനിക്ക് ഇന്നലെ കാണാനോ സ്നേഹിക്കാനോ കഴിയില്ല. വരട്ടെ. നീ എന്തൊക്കെയായി പറയുന്നത്? അവളെ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നോ? ആര്? അവളെ സ്നേഹിച്ചിരുന്ന ആളില്ലേ, അയാൾ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുപോയത്. എടാ, അങ്ങനെ ഒരാളില്ല. അപകടത്തിലേക്കാണ് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. നീ തന്നെയല്ലടാ പറഞ്ഞത് അവളൊരുത്തനെ സ്നേഹിച്ചെന്നും അവൻ അവളെ ചതിച്ചൊന്നും ഒക്കെ. അതെ, പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. അവളെ ചതിച്ച ആളാരാണെന്ന് നിനക്കറിയോ? അത് നീയാ.
ഈ കത്തുകളൊക്കെ വിശ്വസിച്ച് നിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു വന്നതവള്. പക്ഷെ ആ കുട്ടി ഇതൊന്നും പറഞ്ഞില്ലല്ലോ. മനഃപൂർവ്വം പറയാതിരുന്ന നിങ്ങൾക്കാർക്കും ഒരു ഭാരമാകാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ മരണത്തിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവൾ പോയത്. ഇന്ദിരയോ ചന്തോ ഇതൊന്നും അറിയരുതെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോഴെങ്കിലും നിങ്ങൾ അറിയേണ്ടതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ പറഞ്ഞത്. ആ കുട്ടിയെ നമ്മൾ വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ? പിന്നെ അങ്ങോട്ട് ചെന്നാ മതി, അവന്മാരെ കൂടി ഇടിച്ച് പഞ്ചറാക്കും. അടിക്കാനും ഇടിക്കാനും ആണെങ്കിൽ ഞാനുണ്ടാവും മുമ്പിൽ. എന്റെ ശവം വീഴുന്നവർ ആരും നിങ്ങളെ തൊടില്ല. അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റൂ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് സാറ് തന്നെ ഒരു വഴി പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു തരാടാ പോലെ, നീ എന്താണ് ചോദിക്കാത്തത് വിചാരിച്ചിരിക്കുന്നു. നീ നേരെ ആ തോട്ടക്കാട്ടുകാരിലേക്ക് ഒന്ന് ഇറങ്ങുന്നു. കവലയിലെ പരമനാരുടെ കടയിൽ നിന്ന് ഒരു പൊതി സ്പീഡിയും വാങ്ങിച്ച് കത്തിച്ച് വലിച്ച് പുകയും വിട്ട് നെഞ്ചു വിരിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. എല്ലാവരും നിന്നെ കണ്ടിട്ട് അമ്പഴം നിൽക്കുമ്പോ നീ അവരെയൊക്കെ ഇടിച്ച് നിരപ്പാക്കി അവളെ തൂക്കി എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് പോയിരുന്നു. അതോടെ പ്രശ്നം തീർന്നു. എന്തായി? പറ്റുമോ? പറ്റില്ലല്ലേ? അതാണ് ഈ പറയണത്. ഇതൊക്കെ സിനിമയിലേ നടക്കൂ, ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നമില്ല. പിന്നെ എന്താ ചെയ്യാ? അങ്ങനെ ബുദ്ധിപൂർവ്വം ചോദിക്ക്. മറക്കുക. അങ്ങനെ ഒരാളെ പരിചയപ്പെട്ട കാര്യം മറക്കുക. എന്തായി? മറക്കാൻ പറ്റുമോ? എന്നിട്ടും മറക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ അടിക്കുക, ഗ്ലാസ് വെക്കുക, സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങുക. അത്രേ ഉള്ളു കാര്യം. പിന്നെ അല്ലാതെ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, തട്ടി വേണ്ട മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ ഓക്കെ. ഈ പ്രേമം എന്നൊക്കെ പറയണത് ചങ്കുറപ്പുള്ള ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള. ഇവനൊക്കെ പ്രേമിക്കാൻ നടക്കുന്ന തെണ്ടി. ഈശ്വര രക്ഷിക്കണേ. എന്താ? വസുമതിയുടെ വീടല്ലേ ഇത്? വസുമതിയെ നിനക്ക് എങ്ങനെ അറിയാം? എനിക്ക് പരിചയമുണ്ട്. അങ്ങനെ അറിയാം. എനിക്ക് വസുമതി ഒന്ന് കാണണമായിരുന്നു. വസുമതി ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു പോയി ആരുടെയോ കൂടെ. പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഞാൻ കണ്ടിട്ടേ പോവൂ വസുമതിയെ. അപ്പൊ തനിക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ല? അവൾ ഇവിടെ ഇല്ല. ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണോ കാണാൻ പറ്റുക? ആരുമണ്ട സാറേ? അല്ല അരവിന്ദ സാറേ, ഇത് എത്ര നേരം ഞാൻ വന്നിട്ടെന്നറിയോ? ഇതെവിടെയായിരുന്നു? ബാത്റൂമിലായിരുന്ന? മനസ്സിലായില്ല. ബാത്റൂം കുളിമുറിയിലായിരുന്നാന്ന്. അതെ, എനിക്ക് വസുമതി ഒന്ന് കാണായിരുന്നു. താൻ ആരാ? എനിക്ക് മനസ്സിലായില്ല. ഇത്ര പെട്ടെന്ന് മറന്നുപോയാ? നമ്മളന്ന് മദ്രാസിൽ വെച്ച് കണ്ടിട്ട് അധികം നാള് പോലായില്ലല്ലോ. മദ്രാസോ? ഇയാൾ എന്തൊക്കെ പറയുന്നേ? മോനെ, അരവിന്ദിന് ഈ വീട് വിട്ട് പുറത്തു പോയിട്ട് 1 മാസമായി. മോൻ ആള് തെറ്റിതാവും. ഇവിടെ പൂജയും കർമ്മങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ ആരും പുറത്തു പോവാറില്ല. അപ്പൊ പിന്നെ താനങ്ങ് പോ. ഞാൻ പൊക്കോളാം. പക്ഷെ ഇവിടെ പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ. വസുമതിയെ കാണാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. എന്റെ അമ്മ യുദ്ധണ്ട. ഒന്ന് നിന്നേ. എന്താ? അതെ, ചന്തു തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് സുമയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അത് ഇവിടെ ആരും അറിയണ്ട. നമുക്ക് അല്പം മാറി സംസാരിക്കാം. വാ. അങ്ങോട്ട് മാറിയെന്ന് സംസാരിക്കാം. ഓഹോ, ഇവിടെയൊക്കെ മാറിയെന്ന് സംസാരിക്കുന്ന അങ്ങോട്ടാണല്ലേ? ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങോട്ടാ. ഇറ്റ്സ് ഓൾ റൈറ്റ്. കമോൺ, നമുക്ക് ആ മാവൻ ചോട്ടി പോവാം. അപ്പൊ പിന്നെ കുറച്ച് കരി കുടിക്കാമല്ലോ. എന്നാലും എന്ത് ധൈര്യത്തിലാണ് അവനോട് കാലുകുത്തിയത്? കയ്യും കാലും തല്ലി ഒടിച്ചങ്ങ് വിടണം. അപ്പൊ ഈ ധൈര്യമൊക്കെ അങ്ങ് പോകും. അരവിന്ദനല്ലേ അവനെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അതെ അതെ, ആ ധൈര്യശാലയുടെ മിച്ചം എന്തെങ്കിലും കിട്ടിയാ ഭാഗ്യം.
നിനക്ക് വസുമതിയെ കാണണം അല്ലേ? കാണിച്ചു തരാം. എന്ത് ധൈര്യത്തിലാടാ നീ നാട്ടിൽ കാലൂത്തി? അയ്യോ, കോമാളി വേഷവും കെട്ടി വസുമതി എന്നും പറഞ്ഞ് നീ ഇങ്ങോട്ട് വന്നാലേ വേണ്ട, അടിക്കണ്ട. കുത്തി ഞാൻ. ഇത് ഒറിജിനൽ കത്തിയ കൊണ്ടാ മുറിയും. അയ്യോ, ചത്തിട്ടില്ലടാ. അതുകൊണ്ടല്ലേ ഞാൻ ഓർഡർ. ജീവൻ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ എടുത്തോളാം.